നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിദേശ സർവകലാശാലയുമായുള്ള വൈദ്യരത്നത്തിന്റെ സഹകരണം ആയുർവേദത്തിന് മുതൽക്കൂട്ടാണെന്ന് മന്ത്രി KN ബാലഗോപാലൻ. തൃശൂർ ജില്ലാ കോൾ കർഷക സംഘം പ്രതിനിധി യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ CR ദിവ്യയ്ക്ക് പാടശേഖര സമിതികൾ യാത്രയയപ്പ് നൽകി. സ്നേഹഹർഷം പദ്ധതിയിലെ കുട്ടികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകളുമായി വടക്കേച്ചിറ ലഹരി വിരുദ്ധ ശില്പത്തിന് മുൻപിൽ ഒത്തുകൂടി. വിശദമായ വാർത്തകളിലേക്ക്. വിദേശ സർവകലാശാലകളുമായുള്ള വൈദ്യരത്നത്തിന്റെ സഹകരണം ആയുർവേദത്തിന് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. ഒല്ലൂർ വൈദ്യരത്നം ഗ്രൂപ്പിന്റെ സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ആയുർവേദം ലോകത്തെല്ലായിടത്തുണ്ടെങ്കിലും ആഗോളതലത്തിൽ സർട്ടിഫിക്കേഷനാണ് ആയുർവേദം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു. ആയുർവേദ മരുന്നുകൾ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കുവാനും ഇന്റഗ്രേഷൻ പ്രാധാന്യം കൊടുക്കുവാനും ശ്രദ്ധിക്കണമെന്നും ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയുമായി വൈദ്യരത്നം നടത്തിയ സഹകരണം ഈ അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഓരോ ചികിത്സാരീതിക്കും അതിന്റേതായ പ്രാധാന്യമുണ്ട്, അവയുടെ നന്മവശങ്ങൾ അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. 1941 അഷ്ടവൈദ്യൻ ET നീലകണ്ഠൻ മൂസ് സ്ഥാപിച്ച വൈദ്യരത്നം ഔഷധശാല മുതൽ ആയുർവേദ ചികിത്സയിലും ഔഷധങ്ങളിലും ഗുണമേന്മയും ജനകീയതയും നിലനിർത്തുവാൻ വൈദ്യരത്നം ശ്രമിച്ചിട്ടുണ്ടെന്നത് ചരിത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനതായ കലാസംസ്കാരവും ചികിത്സാ സംസ്കാരവും പണ്ടുമുതലേ ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നതെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ സൂചിപ്പിച്ചു. കല എന്ന പോലെ ആയുർവേദത്തിനും വളരെ നിഷ്ഠയുള്ള രീതിശാസ്ത്രമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ന് ആധുനികതയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പാരമ്പര്യ ജ്ഞാന സംസ്കാരത്തിലെ പ്രായോഗിക സംസ്കാരം ആധുനിക സമൂഹത്തിനെ അനുയോജ്യമാക്കിയത് ആയുർവേദമെന്നും അദ്ദേഹം പറഞ്ഞു. മേൽക്കോയ്മ നേടുന്ന പാശ്ചാത്യ സംസ്കാരത്തിന് ബദലായി നമ്മുടേതായ ഒരു ജ്ഞാന സംസ്കാരം കൊണ്ടുവരുവാനുള്ള ശ്രമമായും ആയുർവേദത്തെ കാണണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആ ശ്രമത്തിന്റെ ഭാഗമാണ് വൈദ്യരത്നത്തിന്റെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ആയുർവേദത്തിൽ അടുത്ത കാലത്തായി അന്യം നിന്നു പോകുമോ എന്ന് സംശയിച്ച മർമ്മ ചികിത്സയും യോഗ തെറാപ്പിയും ഭാവിയിൽ ലോകോത്തര നിലവാരത്തിലെത്തിക്കുവാൻ സാധിക്കുമെന്നും ആധുനിക കാലഘട്ടത്തിൽ മർമ്മ ചികിത്സയുടെ പ്രാധാന്യവും സാധ്യതയും ഉൾക്കൊണ്ട് വിദഗ്ധരും വിദ്യാർത്ഥികളും ആയുർവേദത്തെ കൈപ്പിടിച്ചുയർത്തണമെന്നും വൈദ്യരത്നം ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ അഷ്ടവൈദ്യൻ ഡോക്ടർ ET നീലകണ്ഠൻ മൂസ് പറഞ്ഞു. വൈദ്യ സയന്റിസ്റ്റ് ലോഗോയുടെ പ്രകാശനം വേണു രാജാമണി IFS നിർവഹിച്ചു. ആയുർവേദത്തിനായി ജീവിതം സമർപ്പിച്ച പത്മശ്രീ അഷ്ടവൈദ്യൻ ET നീലകണ്ഠൻ മൂസ് 1941 ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭമായ വൈദ്യരത്നം ഔഷധശാല സ്ഥാപിച്ചത്. വൈദ്യരത്നത്തോടൊപ്പം 25 വർഷങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. കൂടാതെ ദേശീയ തലത്തിൽ നടത്തിയ 26ാമത് വിവ 2025 ഉപന്യാസ മത്സരത്തിലെ വിജയികൾക്കും കഴിഞ്ഞ വർഷം നടന്ന ആയുർവേദ ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വൈദ്യരത്നം ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ആദരിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ CP പോളി, വൈദ്യരത്നം സാങ്കേതിക ഉപദേഷ്ടാവ് വൈദ്യൻ APD നമ്പീശൻ, വൈദ്യരത്നം ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ അഷ്ടവൈദ്യൻ ഡോക്ടർ ET യഥാനാരായണൻ മോസ്, അഷ്ടവൈദ്യൻ ഡോക്ടർ ET കൃഷ്ണൻ മോസ്, CEO പ്രദീപ് നായർ, വൈദ്യരത്നം ആയുർവേദ കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ അഞ്ജു KP, കോളേജ് യൂണിയൻ ചെയർമാൻ സോമനാഥൻ TS തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സംസ്ഥാന ഭാരവാഹിയായിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അന്നുള്ള ആളുകളിൽ ചിലർക്ക് ഇവിടെ ഒരുപക്ഷെ അധ്യാപകരായിട്ടൊക്കെ കാണാം. കേരളത്തിന്റെ പല സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന്റെ ചരിത്രം കേരളത്തിലെ ആയുർവേദ പ്രസ്ഥാനത്തിന്റെ ആയുർവേദ രംഗത്തെ ചികിത്സാ രീതിയുടെ ചരിത്രം കൂടിയാണ്. ദീർഘകാലമായി ഇവിടെ പ്രവർത്തിക്കുന്നു. ഇപ്പൊ തന്നെ ഈ വിളക്ക് കത്തിക്കുന്ന എന്നോട് കൊടുക്കുന്ന ചടങ്ങിൽ ഇവിടുത്തെ വളരെ സീനിയറായ
ഇവിടുത്തെ ചികിത്സകർ എന്ന നിലയിൽ വളരെ 60 വർഷമായി ഈ പ്രസ്ഥാനമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പരിചയപ്പെടുന്നത്. അത്രയും ദീർഘമായ തൃശൂർ ജില്ലാ കോൾപ്പടവ് കർഷക പ്രതിനിധികളുടെ യോഗം കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി.ജെ.പി. മേഖലാ പ്രസിഡന്റ് എ. നാഗേഷ്, ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എ.ആർ. അജി ഘോഷ്, ശ്രീ ജോർജ്, അനീഷ് ഇയാൽ, ബിജോയ് തോമസ്, കോൾപ്പടവ് പ്രതിനിധികളായ ശ്രീ പ്രസാദ്, സുഗതൻ, സി.എസ്. സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായി ബി.ജെ.പി. നിശ്ചയിച്ച 3-അംഗ സമിതി കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിൽ വന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ടിരുന്നു. അതിന്റെ തുടർച്ചയായാണ് കേന്ദ്രമന്ത്രി തൃശൂരിലെത്തി കർഷകരെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത്. കേന്ദ്ര സർക്കാർ കർഷകരുടെ ഒപ്പമാണെന്നും അദ്ദേഹം പറഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ ദിവ്യ സിയാറിനെ പാടശേഖര സമിതികളുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടിയിൽ കർഷകരും ജനപ്രതിനിധികളും ജീവനക്കാരും വിവിധ കാർഷിക ഗ്രൂപ്പുകളും പങ്കെടുത്തു. കൃഷി അസിസ്റ്റന്റ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുതിർന്ന കർഷകൻ നാരായണൻ മാച്ചാംപിള്ളി ഉപഹാര സമർപ്പണം നടത്തി. ജൈവ കർഷകനായ മോഹനൻ കള്ളാട്ടത്തിൽ പൊന്നാടയണിയിച്ചു. കർഷകനായ സുരേഷ് ബാബു പോലുവളപ്പിൽ, ഷിജി കള്ളാട്ടത്തിൽ, രാമകൃഷ്ണൻ എടശ്ശേരി, ജോർജ്, സഹപ്രവർത്തകരായ പ്രദീപ് കുമാർ, അബ്ദുൾ ഖാദർ, ജനപ്രതിനിധികളായ ബിന്ദു സേതുമാധവൻ, ഡെയ്സി ജേക്കബ്, മിനി റിജി, സന്തോഷ് കാക്കനാട്, ബിജി ബാലൻ, ADC അംഗം രാമകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. 4 വർഷക്കാലം കൃഷി അസിസ്റ്റന്റായും പിന്നീട് 3.5 വർഷക്കാലം കൃഷി ഓഫീസറായും ജോലി ചെയ്യുവാൻ സാധിച്ചുവെന്ന് ദിവ്യ സിയാർ മറുപടി പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. മാർ അപ്രേമിന്റെ 3-ാം ദിന ശുശ്രൂഷകൾക്ക് ഓസ്ട്രേലിയയിൽ നിന്നുള്ള മെത്രാപൊലിത്ത മാർ മിലിസയ്യ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മാർ ഔഗേൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത സഹകാർമ്മികനായി. പുസ്തകങ്ങൾ സഭയുടെ തിരൂരുള്ള സെമിനാരി ലൈബ്രറിയിലേക്ക് കൊടുക്കപ്പെടും. വൈദിക വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തും. സാരികൾ സഭയിലെ നിർധനരായ സ്ത്രീകളുടെ കല്യാണ ആവശ്യത്തിന് ചാരിറ്റി കമ്മിറ്റി വഴി കൊടുക്കപ്പെടും. 1000-ഓളം പുസ്തകങ്ങളും സാരികളും ലഭിച്ചു. ദിവംഗതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചുള്ള കൈപുസ്തകം വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. കുറുമാൽ സെന്റ് ജോർജ് പള്ളിയിലെ മതബോധന വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചുള്ള കൈപുസ്തകം സമ്മാനമായി നൽകിയത്. വികാരി ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി സ്കൂൾ സ്റ്റുഡൻസ് ലീഡർ എൽവിൻ വിൻസെന്റിനെ പുസ്തകം കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ലിൻഡോ വടക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രിൻസിപ്പാൾ കുഞ്ഞമ്മ ദേവസി, PTA പ്രസിഡന്റ് KK സൈമൺ, സെക്രട്ടറി KP ബൈജു, വിദ്യാർത്ഥി പ്രതിനിധി ഐറിൻ റെനിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും സത്സംഗ് ചെയർമാനുമായ PJ സ്റ്റൈജു പുസ്തകം പരിചയപ്പെടുത്തി. വരും ദിവസങ്ങളിൽ തൃശൂർ അതിരൂപതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട മതബോധന വിദ്യാലയങ്ങളിൽ പുസ്തകം സൗജന്യമായി നൽകുമെന്ന് സത്സംഗ് ഭാരവാഹികൾ അറിയിച്ചു. ഇനിയൊരു ഇടവേള. Mediplas Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും
ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ദേശീയ പേപ്പർ ബാഗ് ദിനത്തിൽ ചേറൂർ 9ാം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോയുടെ നേതൃത്വത്തിൽ സ്നേഹഹർഷം പദ്ധതിയിലെ കുട്ടികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകളുമായി തൃശൂർ വടക്കേച്ചിറ ലഹരിവിരുദ്ധ ശില്പത്തിനു മുൻപിൽ ഒത്തുചേർന്നു. ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ ഉദ്ഘാടനം ചെയ്ത അർദ്ധദിന ശില്പശാലയിൽ ചേറൂർ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ശ്രീ മോഹൻ പറത്തിൽ, സെക്രട്ടറി ശ്രീ സൂരജ്, ലൈബ്രറിയൻ ശ്രീമതി ഗീത തുടങ്ങിയവർ സംസാരിച്ചു. ചേറൂർ ഡിവിഷനിലെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഡിവിഷൻ കൗൺസിലർ ആരംഭിച്ച വെളിച്ചം 2025 എന്ന പദ്ധതിയുടെ തുടർ പരിപാടി എന്ന നിലയിൽ ലഹരിക്കെതിരെ ജീവിതത്തിന് ഒരു വിളക്കേന്തൽ എന്ന സന്ദേശവുമായി 25ഓളം കുട്ടികൾ ശില്പത്തിന് മുൻപിൽ നിന്ന് പ്രതിജ്ഞയെടുത്തു. ചേറൂർ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന അർദ്ധദിന ശില്പശാലയിൽ പേപ്പർ ബാഗ് നിർമ്മിക്കുന്നതിനായി തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഓട്ടോണമസ്, നെന്മാറ നേതാജി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 2ാം വർഷ സാമൂഹ്യ പ്രവർത്തന ബിരുദ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകി. ശിശു സൗഹൃദ പദ്ധതികളുമായി തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ കിളിക്കൊഞ്ചൽ. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിളിക്കൊഞ്ചൽ എന്ന പേരിൽ ബാലസൗഹൃദ ബജറ്റ് അവതരണവും ബാലബാലികാ സഭയുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ബാലസൗഹൃദ ബജറ്റ് പ്രകാശനം നിർവഹിച്ചു. ബാലബാലികാ സഭയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ താരം സ്ഫടികം ജോർജ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരിക്കുട്ടി വർഗീസ് ബജറ്റ് അവതരണം നടത്തി. ലഹരി ഉപയോഗവും കുട്ടികളും എന്ന വിഷയത്തിൽ ഇരിഞ്ഞാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ ജദീർ ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പാനോക്കാരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സലീഷ് ചെമ്പാറ, ജിഷ ഡേവിസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, ഹനിത ഷാജു, ലിൻഡോ തോമസ്, മേഴ്സി സക്കറിയ, ഗിഫ്റ്റി ഡേസൺ, മോഹനൻ തൊഴുക്കാട്ട്, കപിൽ രാജ്, മായ രാമചന്ദ്രൻ, ഷീബ നികേഷ്, അനൂപ് പനക്കൂടൻ, അജീഷ് മുരിയാടൻ, ICDS സൂപ്പർവൈസർ ആൻസി ജോസ്, കില തീമാറ്റിക് എക്സ്പെർട്ട് ധന്യ പി നന്ദൻ, CWF അനില ബാബു, പഞ്ചായത്ത് സെക്രട്ടറി VV പ്രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംയോജിത പച്ചക്കറി കൃഷി താളിക്കുടം മേഖലാതല ഉദ്ഘാടനം CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് MS പ്രദീപ് കുമാർ നിർവഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സഖാക്കൾ സണ്ണി ചെന്നിക്കര, സാജൻ പോൾ, സുകന്യ ബൈജു, കർഷക സംഘം മേഖലാ സെക്രട്ടറി ബിബീഷ് ബാബു, പഞ്ചായത്ത് അംഗം ജൈമി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. CPIM മണ്ണുത്തി ഏരിയ സെക്രട്ടറി പ്രദീപ് കുമാർ, ഏരിയ കമ്മിറ്റി അംഗം സണ്ണി ചെന്നിക്കര, ലോക്കൽ സെക്രട്ടറി സാജൻ പോൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മാറ്റാപ്പുറം പുള്ളാക്കൽ ഫ്ളാറ്റ് സന്ദർശിച്ചു. ഫ്ളാറ്റ് നിവാസികളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ കൈക്കൊള്ളുമെന്നും ഉറപ്പു നൽകി. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരണ സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ മാധ്യമ പുരസ്കാര ജേതാക്കളായ പ്രസ് ക്ലബ് അംഗങ്ങളെ ആദരിച്ചു. പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. വി മുരളി, ജോണി ചിറ്റിലപ്പള്ളി, ശിവപ്രസാദ് പട്ടാമ്പി, അരുൺ ദാസ്, സിറാജ് മാരാത്ത്,
രാജശേഖരൻ കടമ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളിപ്പറയാതെ ഒപ്പം നിന്ന ഏക ഘടക കക്ഷിയായ NCPയെ വെല്ലുവിളിക്കുവാൻ ഒരു ഘടക കക്ഷിക്കും കഴിയില്ലെന്ന് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അയ്യന്തോൾ കോസ്റ്റ് ഫുഡ് ഹാളിൽ NCP തൃശൂർ ജില്ലാ ദ്വിദിന രാഷ്ട്രീയ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രിയെ തിരുത്തുവാൻ പാർട്ടിക്ക് അധികാരമുണ്ട്, മുന്നണിക്കും അധികാരമുണ്ട്. എന്നാൽ അത് മുതലെടുക്കുവാൻ ചിലർ ശ്രമിച്ചാൽ വില പോകില്ല എന്ന് മന്ത്രി പറഞ്ഞു. വിശുദ്ധിയുടെ ശുഭവസ്ത്രം ധരിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് NCP. ആ പാർട്ടിയെ വെല്ലുവിളിക്കുവാൻ ഒരു ഘടകകക്ഷിക്കും കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. ആദ്യകാല പാർട്ടി പ്രവർത്തകരായ KP ഋഷികേശൻ നമ്പൂതിരി, N ചന്ദ്രമോഹൻ, KL ജെയിംസ്, സുമം K ചെറിയാൻ എന്നിവരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. വിദേശ സർവകലാശാലയുമായുള്ള വൈദ്യരത്നത്തിന്റെ സഹകരണം ആയുർവേദത്തിന് മുതൽക്കൂട്ടാണെന്ന് മന്ത്രി KN ബാലഗോപാലൻ. തൃശൂർ ജില്ലാ കോൾ കർഷക സംഘം പ്രതിനിധി യോഗം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ CR ദിവ്യയ്ക്ക് പാടശേഖര സമിതികൾ യാത്രയയപ്പ് നൽകി. സ്നേഹഹർഷം പദ്ധതിയിലെ കുട്ടികൾ നിർമ്മിച്ച പേപ്പർ ബാഗുകളുമായി വടക്കേച്ചിറ ലഹരി വിരുദ്ധ ശില്പത്തിന് മുൻപിൽ ഒത്തുകൂടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.